നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായി ചെയ്തുവരുന്ന കപ്പ കൃഷിയിൽ രോഗബാധ പടർന്നതോടെ പ്രദേശത്തെ കർഷകർ വലിയ പ്രതിസന്ധിയിൽ. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ തച്ചനാട്ടുകര പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് കുമിൾ രോഗം മൂലം കപ്പ കൃഷി വൻതോതിൽ നശിച്ച് കർഷകർ നഷ്ടത്തിലായിരിക്കുന്നത്. ഫ്യൂസേറിയം ഫംഗസ് ബാധ മൂലം കപ്പയുടെ ചുവടുഭാഗം ചീഞ്ഞഴുകുന്ന രോഗാവസ്ഥയാണിത്. നൈട്രജൻ അളവ് കൂടുതലുള്ള മണ്ണിലാണ് ഈ ഫംഗസ് പ്രധാനമായും ബാധിക്കുന്നത്. നടീൽ വസ്തുക്കൾ, മണ്ണ്, വെള്ളം എന്നിവയിലൂടെയാണ് രോഗസംക്രമണം ഉണ്ടാകുന്നതെന്ന് കൃഷിയിൽ പരിചയസമ്പന്നരായവർ വ്യക്തമാക്കുന്നു. നെൽപ്പാടങ്ങളിൽ ഇറക്കിയ കപ്പ കൃഷിയാണ് രോഗബാധ കൂടുതൽ രൂക്ഷമായി ബാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇത് ഒക്കെ ഒരു 9 ഏക്കറോളം ഏകദേശം വരുന്ന ഇവിടെ സ്ഥലങ്ങളാണ്. അതിലെല്ലാവർക്കും ഉണ്ട് ഈ കംപ്ലൈൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത് പാട്ടം കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തുടർന്ന് വരുന്നത്. അതുകൊണ്ട് ആണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്കൊരു പരിഭ്രമത്തിലാണ് ഞങ്ങൾ. കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പലരും പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കപ്പ കൃഷി ഇറക്കിയത്. എന്നാൽ വിളവെടുപ്പ് കാലമായതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. കച്ചവടക്കാർക്കായി കപ്പ പിഴുതെടുക്കുമ്പോൾ ഒരു കിഴങ്ങ് ചീഞ്ഞതായി കണ്ടാൽ പോലും മുഴുവൻ കപ്പയും എടുക്കാൻ കച്ചവടക്കാർ വിസമ്മതിക്കുകയാണ്. ഇത് കർഷകരുടെ നഷ്ടം ഇരട്ടിയാക്കുന്നു. മണ്ണിന്റെ സ്വഭാവത്തിലുണ്ടായ ക്രമാതീതമായ മാറ്റമാണ് രോഗത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാസവളങ്ങളുടെയും കളനാശിനികളുടെയും അമിതോപയോഗം മൂലം മണ്ണിന്റെ ഘടന തന്നെ മാറി. കൂന കൂട്ടി നടുന്ന മരച്ചീനികളിലാണ് രോഗബാധ കൂടുതൽ കാണപ്പെടുന്നത്. മണ്ണിന് 2-3 വർഷം വിശ്രമം നൽകണമെന്നും ശാസ്ത്രീയമായ പരിശോധന നടത്തണമെന്നുമാണ് കൃഷി വകുപ്പിന്റെ നിർദ്ദേശം. വലിയ തുക വായ്പയെടുത്തും പാട്ടത്തിനെടുത്തും കൃഷിയിറക്കി നഷ്ടം സഹിക്കേണ്ടി വന്നതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് തങ്ങളെന്ന് പ്രദേശവാസിയായ കർഷകൻ പ്രകാശൻ പറഞ്ഞു. ഞങ്ങൾ കർഷകർ എല്ലാവരും വളരെ വിഷമത്തിലും കഷ്ടപ്പാടും അനുഭവിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതേ ഒരു ആശ്രയം ഞങ്ങൾക്ക് ഉള്ളൂ. ഞങ്ങൾ രാവും പകലും പണിയെടുത്ത് ആ മണ്ണിൽ നിന്ന് കിട്ടിയ അധ്വാനം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരാശ്രയം. ഇപ്പോൾ അതിനും ഇങ്ങനെ ഇത് പൂള കൊണ്ടുപോകുന്ന ആൾക്കാർ അത് കൊണ്ടുപോകാൻ മടിക്കുന്നൊരു സാഹചര്യം ആയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ഈ എന്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കപ്പ മുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കേടുമില്ല. പറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചീച്ചൽ വന്നിട്ട് തറി മൊത്തത്തിൽ അളിഞ്ഞ് നാശായ വെള്ളം നിന്ന് അളിഞ്ഞ് ചീഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് വരുന്നത്. CCN ചത്തല്ലൂർ.